നമസ്കാരം. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ശമ്പള വർധനവ് അല്ലെങ്കിൽ പെൻഷൻ വർധനവ് അല്ലെങ്കിൽ DA ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങളാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ 8ാം ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വാർത്ത 2-3 ദിവസങ്ങളായി തന്നെ പുറത്തേക്ക് വരുന്നു. ഇത് കേന്ദ്ര സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർവീസിൽ നിന്നും പെൻഷനായ മുൻ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സന്തോഷം നൽകുന്ന വാർത്തയാണ്. നിലവിൽ പുറത്തേക്ക് വരുന്ന വാർത്തകൾ പ്രകാരം കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പ്രതീക്ഷകൾ ഇരട്ടിപ്പിച്ച് ശമ്പള കമ്മീഷന് രൂപം കൊടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇപ്പോൾ രഞ്ജന ദേശായിയാണ് സമിതിയുടെ അധ്യക്ഷനായിട്ട് കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 8ാം കേന്ദ്ര ശമ്പള കമ്മീഷൻ ഒരു താത്കാലിക സമിതിയായിരിക്കുമെന്നാണ് പറയുന്നത്. അതിൽ ഒരു ചെയർപേഴ്സൺ, ഒരു പാർട്ട് ടൈം അംഗം, ഒരു മെമ്പർ സെക്രട്ടറി എന്നിവരാണ് കമ്മീഷനിൽ ഉണ്ടാകുക. പ്രൊഫസർ പുലക് ഘോഷ് പാർട്ട് ടൈം അംഗമായും പങ്കജ് ജെയിൻ മെമ്പർ സെക്രട്ടറിയായും നിയമിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പുറത്തുവിട്ട നിർദ്ദേശങ്ങൾ അനുസരിച്ച് ശമ്പളം, ബോണസ്, ഗ്രാറ്റുവിറ്റി അതെല്ലാം പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രോത്സാഹനങ്ങൾ എന്നിവ പരിഷ്കരിക്കുന്നതിനുള്ള ശുപാർശകളാണ് 3-അംഗ സമിതി കേന്ദ്ര സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കാൻ പോകുന്നത്. പുതിയ ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നതോടെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം എത്രത്തോളം വർദ്ധിക്കുമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാർ ഇപ്പോൾ സസൂക്ഷ്മം ഓരോ വാർത്തകളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സജീവ ചർച്ചകൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കാരണം ശമ്പള ഘടന, അലവൻസുകൾ, പെൻഷൻ, സർവീസ് വ്യവസ്ഥകൾ എന്നിവയെല്ലാം ശമ്പള കമ്മീഷൻ ഒരു അവലോകനം ചെയ്യുമെന്നതാണ് പ്രധാന കാര്യം. പ്രധാനമായും കമ്മീഷന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ രാജ്യത്തെ സാമ്പത്തിക സാഹചര്യങ്ങളും അതോടൊപ്പം തന്നെ സാമ്പത്തിക സൂക്ഷ്മതയും അതോടൊപ്പം തന്നെ ആവശ്യകത ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമാകും ശമ്പളത്തിൽ ഒരു അവസാനമായ ഒരു നിഗമനത്തിലേക്ക് എത്തുക. കാരണം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് എത്രത്തോളം ശമ്പളം കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ എത്രത്തോളം പണം ഉണ്ടാകും എന്നെല്ലാം പരിശോധിച്ച് അതെല്ലാം ഒരു വ്യക്തമായി പഠനം നടത്തിയതിനു ശേഷമാകും കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ ആനുകൂല്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് കേന്ദ്ര നിയോഗിച്ച 3-അംഗ കമ്മിറ്റി എത്തുകയുള്ളൂ. കൂടാതെ ക്ഷേമ നടപടികൾക്കും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും മതിയായ ആവശ്യകത ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം ഈ 3-അംഗ കമ്മിറ്റിക്കുണ്ട്. കൂടാതെ നോൺ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമുകളുടെ ചെലവും സംസ്ഥാന സർക്കാരുകളുടെ ധനകാര്യങ്ങളിൽ ശുപാർശ ചെലുത്തുന്ന സ്വാധീനവും ഒരു പഠന വിഷയമായി മാറാൻ സാധ്യതയുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും സ്വകാര്യ മേഖലകളിലെയും ജീവനക്കാർക്ക് ലഭിക്കുന്ന വേതനഘടന, ആനുകൂല്യങ്ങൾ, തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവ കമ്മീഷൻ വിലയിരുത്തുന്നതായിരിക്കും. കൂടാതെ ഇതെല്ലാം പരിഗണിച്ച് ന്യായവും അതോടൊപ്പം തന്നെ സുസ്ഥിരവുമായ ശമ്പള പരിഷ്കരണത്തിനാണ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ എപ്പോഴാണ് റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18 മാസത്തിനുള്ളിൽ കമ്മീഷൻ ശുപാർശകൾ സമർപ്പിക്കണമെന്ന ഒരു ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ റിപ്പോർട്ടുകൾ അന്തിമമാക്കുന്ന മുറയ്ക്ക് ഒരു 18 മാസത്തിന് മുമ്പ്, അതൊരു 6 മാസം ആകുമ്പോൾ ഒരു ഇടക്കാല റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന്റെ മേശപ്പുറത്ത് സമർപ്പിക്കാനും കേന്ദ്രം പറയുന്നുണ്ട്. അതിനൊരു അനുമതിയും കേന്ദ്ര സർക്കാർ ഈ 3-അംഗ കമ്മീഷന് നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് 2027 ഏപ്രിലകം ശുപാർശകൾ സമർപ്പിക്കേണ്ടി വരും. കമ്മീഷൻ എപ്പോൾ ശുപാർശകൾ സമർപ്പിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും തുടർ നടപടികൾ കേന്ദ്ര സർക്കാർ തലത്തിൽ ഉണ്ടാവുക. ശുപാർശകൾ ലഭിച്ച ശേഷം സർക്കാർ അവ പരിശോധിച്ച് അംഗീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്യും. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുന്നതിനുള്ള പ്രധാന ഘടകമായ ഫിറ്റ്മെന്റ് ഫാക്ടർ 1.8-നും 2.4-ന് ഇടയിലായിരിക്കുമെന്നാണ് കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസും അതോടൊപ്പം തന്നെ ആംബിറ്റ് ക്യാപിറ്റൽ എന്നിവയുടെ പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കൊട്ടക്കിന്റെ കണക്കനുസരിച്ച് 1.8 ഫിറ്റ്മെന്റ് ഫാക്ടർ പരിഗണിച്ചാൽ ലെവൽ 1 ജീവനക്കാരുടെയും അതോടൊപ്പം ഈ ലെവൽ 1 ജീവനക്കാർ എന്ന് പറയുന്നത് പിയൂൺ, അറ്റൻഡന്റ്മാർ, അങ്ങനെ താഴെ തസ്തികയിൽ ജോലി ചെയ്യുന്നവർ, അവരുടെ അടിസ്ഥാന ശമ്പളം ഇപ്പോൾ 18,000 രൂപയാണ്. ആ 18,000 രൂപയിൽ നിന്ന് അവരുടെ ശമ്പളം 32,400 എന്ന ഗ്രാഫിലേക്ക് ഉയരുമെന്നാണ് ഈ കൊട്ടകിന്റെ ഉൾപ്പെടെയുള്ളവർ പഠന റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെയാണ് അവർ പ്രവചിക്കുന്നത്. ഇത് അടിസ്ഥാന ശമ്പളത്തിൽ 80% വർധനമാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ പുതിയ ശമ്പള ഘടന നടപ്പാക്കുമ്പോൾ ക്ഷാമബന്ധ 0 പുനഃസജ്ജീകരിക്കുന്നതിനാൽ യഥാർത്ഥ ശമ്പള വർധനവ് ഇതിലും കുറവായിരിക്കും. നിലവിൽ 58 ക്ഷാമബന്ധിയോടും അതോടൊപ്പം തന്നെ HR അതോടൊപ്പം തന്നെ മറ്റ് അലവൻസുകൾ എന്നിവയോട് കൂടി എൻട്രി ലെവൽ ശമ്പളം ഏകദേശം 29,000 രൂപയാണ് പറയുന്നത്. ഇതൊരു എസ്റ്റിമേറ്റ് കണക്കാണ്. ഇത് കൂടാനുള്ള സാധ്യതയാണ് മുന്നിൽ ഉള്ളത്. എസ്റ്റിമേറ്റ് പ്രകാരം ഇത് ഏകദേശം 13% ഫലപ്രദമായ വർധനവാണ് തുല്യമായിരിക്കുന്നത്. ആ ആംബിറ്റ് ക്യാപിറ്റലിന്റെ കണക്കനുസരിച്ച് 1.82 ഫിറ്റ്മെന്റ് ഫാക്ടർ 14% ഫലപ്രദമായ വർധനവിനും 2.15 ഫിറ്റ്മെന്റ് ഫാക്ടർ 34% വർധനവിനും ഇടയാകും. 2.46 ഫിറ്റ്മെന്റ് ഫാക്ടർ അടിസ്ഥാന ശമ്പളത്തിൽ 54 വർധനവിനാണ് സാധ്യതയുള്ളത്. എന്നിരുന്നാലും ഈ പ്രൊജക്ഷനുകൾ അടിസ്ഥാന ശമ്പളത്തിന് മാത്രമാണ് ബാധകമാവുക.
ക്ഷാമബന്ധ അതോടൊപ്പം തന്നെ HRA, യാത്രാ അലവൻസ് എന്നിവ ക്രമീകരിക്കുമ്പോൾ മൊത്തം കയ്യിൽ കിട്ടുന്ന ശമ്പളത്തിലെ വർധനവ് ഈ കണക്കുകളേക്കാൾ കുറവായിരിക്കും. ശമ്പളത്തിനു പുറമെ ബോണസ്, ഗ്രാറ്റുവിറ്റി, പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രോത്സാഹനങ്ങൾ എന്നിവയും ശമ്പള സമിതി വിലയിരുത്തി ശുപാർശകൾ സമർപ്പിക്കും. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഇതൊരു വലിയ ആശ്വാസമാണ്. ശമ്പള വർധനവ് നടപ്പിലാക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ തന്നെ, 3 അംഗ കമ്മീഷനെ ഉടനെ തന്നെ നിയോഗിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പലതരത്തിലുള്ള പ്രവചനങ്ങൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഇടയിലുണ്ടായിരുന്നു. ഈ ശമ്പളവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ, സംസ്ഥാന സർക്കാരിന്റെ ധനവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ചില ഏജൻസികളിൽ അവരുടെ ചില പ്രവചന കണക്കുകൾ അവർ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു പ്രവചനമാണ്, എക്സ്പെക്ടേഷനാണ്, ഇങ്ങനെ വരാം എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ ഒരു അന്തിമ തീരുമാനമാണ് അത്. അവർ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ മാത്രമേ നമുക്കതിലൊരു ഊഹിക്കാൻ കഴിയുകയുള്ളൂ ഏത്, എങ്ങനെ, എവിടം വരെയൊക്കെ ശമ്പള വർധനവ് എത്തുമെന്നുള്ളത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.